ഡാൻഡ്രഫിനോട് എന്നേക്കുമായി ഗുഡ് ബൈ പറഞ്ഞാലോ? ഇന്നത്തെ വീഡിയോയിൽ വീട്ടിലിരുന്ന് തന്നെ എങ്ങനെ ഡാൻഡ്രഫ് റിമൂവ് ചെയ്യാം അല്ലെങ്കിൽ ഫലപ്രദമായി ട്രീറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് വിശദീകരിക്കുന്നത്. ഡാൻഡ്രഫിനെ പറ്റി സംസാരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഡാൻഡ്രഫ് പ്രധാനമായും രണ്ട് തരത്തിലുണ്ട്. ആദ്യത്തെ ടൈപ്പ് ഡാൻഡ്രഫ് എന്ന് പറയുന്നത് വെളുത്ത നിറത്തിൽ കാണുന്ന ശൽക്കങ്ങളാണ്. ഇത് അത്ര ദോഷകരമെന്ന് പറയാനാകില്ലെങ്കിലും നമ്മൾ കാണുന്ന പരസ്യങ്ങളിലെല്ലാം ആന്റി ഡാൻഡ്രഫ് ഷാമ്പു ഉണ്ടാക്കുന്ന കമ്പനികൾ അതിനെ പെരുപ്പിച്ച് കാണിക്കാറുണ്ട്. ഡാൻഡ്രഫിലെ രണ്ടാമത്തെ ടൈപ്പാണ് സെബോറിക് ഡെർമറ്റൈറ്റിസ്. ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ മുന്നേ പറഞ്ഞ വെള്ള നിറത്തിൽ കാണുന്ന ശൽക്കങ്ങളോടൊപ്പം തലയോട്ടിയിൽ അസഹനീയമായ ചൊറിച്ചിലും റാഷസും ഇറിറ്റേഷനുമെല്ലാം അനുഭവപ്പെടും. സോ നിങ്ങൾക്ക് അത്രയും സിവിയറായ പ്രശ്നങ്ങളാണെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റിന്റെ സേവനം തേടുന്നതാണ് നല്ലത്. ഭൂരിഭാഗം ആളുകൾക്കും കാണപ്പെടുന്ന ഡാൻഡ്രഫ് എന്ന പ്രോബ്ലം ഈ വീഡിയോയിൽ പറയുന്ന കേവലം 4 സീക്രട്സിലൂടെ മാറ്റിയെടുക്കാവുന്നതാണ്. സീക്രട്ട് നമ്പർ 1, ഹെയർ കെയർ മിസ്റ്റേക്സ്. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഡാൻഡ്രഫ് ഉണ്ടാകുന്നതെന്നാണ്. നമ്മുടെ തലയൊട്ടിയിൽ കണ്ടിന്യൂസ് ആയി സ്കിൻ കോശങ്ങൾ ഉണ്ടാകുകയും ശേഷം അവ നിർജീവമാകുകയും ചെയ്യുന്നുണ്ട്. ഇൻ കേസ് നിങ്ങളുടെ തലയോട്ടിയിൽ എപ്പോഴും എണ്ണമയമുണ്ടെങ്കിൽ ഈ നിർജീവമായ സ്കിൻ കോശങ്ങൾ ആ എണ്ണയുമായി മിക്സ് ആകുന്നു. അങ്ങനെയാണ് വെളുത്ത ശൽക്കങ്ങൾ ഉണ്ടാകുന്നത്. അതിനെയാണ് നമ്മൾ ഡാൻഡ്രഫിന്റെ ലക്ഷണമായി കരുതുന്നത്. സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ തലയോട്ടിയിൽ കൂടുതൽ എണ്ണ പുരട്ടിയാലും വളരെ കുറച്ച് എണ്ണ പുരട്ടിയാലും താരനുണ്ടാകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഷാംപുവിന്റെയും കണ്ടീഷണറുടെയും തെറ്റായ ഉപയോഗവും താരന് ഒരു കാരണമാണ്. എണ്ണ പുരട്ടുമ്പോൾ ആഴ്ചയിൽ മിനിമം 2 മുതൽ 3 പ്രാവശ്യം വരെ ചെയ്യുക. എണ്ണ പുരട്ടിയില്ലെങ്കിൽ തലയോട്ടി കൂടുതൽ ഡ്രൈ ആകുകയും ഡെഡ് സെൽസിന്റെ അളവ് കൂടുകയും ചെയ്യും. എണ്ണ എന്നത് സ്കാൽപ്പിന് നമ്മൾ കൊടുക്കുന്ന വളമാണ്. സോ ആഴ്ചയിൽ മിനിമം 2-3 തവണയെങ്കിലും ഓയിൽ അപ്ലൈ ചെയ്യുക. ഷാംപൂ ഉപയോഗിക്കുമ്പോഴും ആഴ്ചയിൽ 2-3 തവണ എന്ന കണക്കിൽ മാത്രം ഉപയോഗിക്കാവുന്നതാണ്. ഡാൻഡ്രഫ് ശല്യമുള്ളവർ ആന്റി ഡാൻഡ്രഫ് ഷാംപൂ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ദിവസേനയുള്ള ഷാംപൂ ഉപയോഗം തലയോട്ടിയിൽ കണ്ടുവരുന്ന സ്വാഭാവികമായ എണ്ണമയത്തെ കൂടി ഇല്ലാതാക്കിയേക്കാം. അതുകൊണ്ടാണ് ആഴ്ചയിൽ 2-3 പ്രാവശ്യം മാത്രം ഷാംപൂ ഉപയോഗിക്കാൻ പറയുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഭൂരിഭാഗം ആളുകളും ഡാൻഡ്രഫ് എന്ന അവസ്ഥ ഫേസ് ചെയ്യാൻ കാരണം അവർ സ്വയം മുടിപ്പുറത്ത് അമിതമായി ഉപയോഗിക്കുന്ന ഹെയർ പ്രൊഡക്ട്സ് തന്നെയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ഹെയർ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ, ഉദാഹരണത്തിന് വാക്സ്, ജെൽസ്, സീറംസ്, ക്രീംസ്, അത് മുടിപ്പുറത്തായി മാത്രം പുരട്ടുക, അല്ലാതെ സ്കാൽപ്പിലല്ല. അഥവാ സ്കാൽപ്പിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങളിലെ ഡാൻഡ്രഫ് പ്രോബ്ലം വർദ്ധിപ്പിക്കും. സീക്രട്ട് നമ്പർ 2, മൈൻഡ് യുവർ എൻവയോൺമെന്റ്. ഡാൻഡ്രഫിനെ ഒരു ഇൻഫെക്ഷനായി കൺസിഡർ ചെയ്യാവുന്നതാണ്. ധാരാളം ആളുകൾ ആന്റി ഡാൻഡ്രഫ് പ്രൊഡക്ട്സ് ഒക്കെ ഉപയോഗിച്ച് ഒരു പരിധി വരെ ഡാൻഡ്രഫിനെ അകറ്റി നിർത്തിയിട്ടും വീണ്ടും ഡാൻഡ്രഫ് പ്രോബ്ലം സ്ട്രോങ് ആയി തന്നെ തിരിച്ചു വരുന്നതായി കണ്ടിട്ടുണ്ട്. അതിന്റെ പ്രധാന കാരണം നിങ്ങളുടെ എൻവയോൺമെന്റ് ഇപ്പോഴും ഡാൻഡ്രഫ് ഇൻഫെക്റ്റഡ് ആണ് എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന പില്ലോ കവർ ആന്റിസെപ്റ്റിക് ലിക്വിഡിൽ കുറഞ്ഞത് 12 മണിക്കൂറെങ്കിലും മുക്കി വെച്ച് ഡാൻഡ്രഫ് മുക്തമാക്കിയതിനു ശേഷം മാത്രം വീണ്ടും ഉപയോഗിക്കുക. പില്ലോ കവർ മാത്രമല്ല, നിങ്ങൾ ഉപയോഗിക്കുന്ന ക്യാപ്പ്, ഹെൽമെറ്റ്, ഹെയർ ബാൻഡ്സ്, ഹെയർ ക്ലിപ്പ്, അങ്ങനെ തലമുടിയുമായി ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്ന വസ്തുക്കളെല്ലാം ഇതുപോലെ ഡാൻഡ്രഫ് മുക്തമാക്കുക. സീക്രട്ട് നമ്പർ 3, ഹോം റെമഡീസ്. നമ്മുടെ സ്കിന്നിൽ ഒരു സ്ലൈറ്റ് അസിഡിക് നേച്ചർ ഉണ്ട്. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്നാൽ ഈ അസിഡിക് നേച്ചർ സ്കിന്നിൽ ഉണ്ടാകുന്ന ഹാംഫുള്ളായ ബാക്ടീരിയകളെയും ഇൻഫെക്ഷൻസിനെയും നശിപ്പിക്കാൻ സഹായിക്കുന്നു. അതായത് ഈ സ്ലൈറ്റ് അസിഡിക് നേച്ചർ ഒരു പ്രൊട്ടക്ഷൻ ലെയർ പോലെ സ്കിന്നിനെ സംരക്ഷിക്കുന്നു. പക്ഷേ ഡാൻഡ്രഫ് ഉള്ളവരിൽ ഈ അസിഡിക് നേച്ചർ, അതായത് pH ലെവൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് വളരെ കുറവായിരിക്കും. സോ ആന്റി ഡാൻഡ്രഫ് ഷാംപൂവും പ്രൊഡക്ട്സും എല്ലാം ഉപയോഗിക്കുന്നതിലൂടെ ആ ഒരു pH ലെവൽ തിരിച്ചു കിട്ടാൻ, അതായത് അസിഡിക് നേച്ചറിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. ഇതിന് പകരമായി നമുക്ക് ഹോം റെമഡീസ് ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. ചെറിയൊരു അസിഡിക് നേച്ചറുള്ള തൈര്, നാരങ്ങാനീര്, ആപ്പിൾ സൈഡർ വിനെഗർ തുടങ്ങിയവയെല്ലാം നല്ലൊരു ഓപ്ഷനാണ്. സീക്രട്ട് നമ്പർ 4, ആന്റി ഡാൻഡ്രഫ് ഷാംപൂസ് ആൻഡ് ലോഷൻസ്. ഡാൻഡ്രഫ് ഉള്ളവരാണെങ്കിൽ ആന്റി ഡാൻഡ്രഫ് ഷാംപൂസ് അല്ലെങ്കിൽ ആന്റി ഡാൻഡ്രഫ് ലോഷൻ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഉപയോഗിക്കുക തന്നെ വേണം. പക്ഷേ ഭൂരിഭാഗം ആന്റി ഡാൻഡ്രഫ് ഷാംപൂസിലും ലോഷൻസിലും സൾഫൈഡ്സ്, പരാബിൻസ് തുടങ്ങിയ ഹാംഫുള്ളായ കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ട്. ഇത് തുടർച്ചയായി ഉപയോഗിക്കുന്നതിലൂടെ മുടിയുടെ ക്വാളിറ്റി തന്നെ നഷ്ടമായേക്കാം.
ഇവിടെയാണ് മാൻ മാറ്റേഴ്സിന്റെ ഡാൻഡ്രഫ് റിമൂവൽ ലോഷന്റെ പ്രസക്തി വരുന്നത്. ഡാൻഡ്രഫ് മൂലമുള്ള ചൊറിച്ചിലിൽ നിന്നെല്ലാം വളരെ വേഗത്തിൽ റിലീഫ് തരുന്ന ഈ പ്രൊഡക്റ്റ് ഡാൻഡ്രഫ് പ്രോബ്ലംസിന്റെ ഒരു പെർമനന്റ് സൊല്യൂഷനാണ്. ഇതിലടങ്ങിയിരിക്കുന്ന മെൻതോൾ തലയോട്ടിയിലെ ഇച്ചിങ് കുറയ്ക്കുന്നതിനോടൊപ്പം ഒരു കൂളിംഗ് എഫക്റ്റും പ്രദാനം ചെയ്യുന്നു. സ്കാൽപ്പിൽ ഉണ്ടാകുന്ന എണ്ണമയത്തെ കൺട്രോൾ ചെയ്ത് ഡാൻഡ്രഫ് ഫ്ലേക്സിനെ കുറയ്ക്കുന്ന ഈ ലോഷന് സൈഡ് എഫക്റ്റ് ഇല്ലെന്നതാണ് പ്രധാന പ്രത്യേകത. ഇന്ന് വിപണിയിൽ ലഭ്യമായിട്ടുള്ള ഹാനികരമായ കെമിക്കൽസുകൾ നിറഞ്ഞ ആന്റി ഡാൻഡ്രഫ് ലോഷൻ എന്ന ലേബലിൽ വരുന്ന പ്രൊഡക്ട്സ് ഉപയോഗിച്ച് മുടിയുടെ ക്വാളിറ്റി നശിപ്പിക്കാതെ തികച്ചും സുരക്ഷിതമായ മാൻ മാറ്റേഴ്സിന്റെ ആന്റി ഡാൻഡ്രഫ് ലോഷൻ ഉപയോഗിക്കുന്നതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഇന്ന് വിപണിയിൽ ലഭ്യമായിട്ടുള്ള ഹാനികരമായ കെമിക്കൽസുകൾ നിറഞ്ഞ ആന്റി ഡാൻഡ്രഫ് ലോഷൻ എന്ന ലേബലിൽ വരുന്ന പ്രൊഡക്ട്സ് ഉപയോഗിച്ച് മുടിയുടെ ക്വാളിറ്റി നശിപ്പിക്കാതെ തികച്ചും സുരക്ഷിതമായ മാൻ മാറ്റേഴ്സിന്റെ ആന്റി ഡാൻഡ്രഫ് ലോഷൻ ഉപയോഗിക്കാനാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഈ പ്രൊഡക്റ്റിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും പിൻ കമന്റിലും കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ലിങ്കിന്റെ കൂടെ കൊടുത്തിട്ടുള്ള കൂപ്പൺ കോഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. സോ ഈ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യാതിരിക്കുക. സോ ഡാൻഡ്രഫിനോട് എന്നേക്കുമായി വിട പറയാൻ സഹായിക്കുന്ന 4 കിടിലൻ ടിപ്സ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവച്ചത്. നിങ്ങളും ഡാൻഡ്രഫ് മൂലമുള്ള വിഷമതകൾ അനുഭവിക്കുന്നവരാണെങ്കിൽ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ കൺസിഡർ ചെയ്യുക. ഈ വീഡിയോ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് ഇനിയും കാണാം. അതുവരേക്ക് ഗുഡ് ബൈ.